ഹായ് കൂട്ടുകാരെ, നമുക്ക് അടിപൊളി ഒരു പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കണ്ടു നോക്കാവേ. ഞാനാണ് 4 ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത് നമ്മുടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയേ. അപ്പോൾ അതിനായിട്ട് 4 ഗ്ലാസ് പച്ചരി എടുത്ത് ചെറിയ ഗ്ലാസ്സിനാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കണം. 3-4 മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞ് നമ്മളത് അരച്ചെടുക്കണം. ഞാൻ കുറച്ചെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് പച്ചരി നല്ലതായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈസ്റ്റാണ് ചേർക്കുന്നത്, അതും കൂടെ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു തവിയോളം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് കൂടെ ചേർത്ത് കൊടുക്കണം, നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ്. അപ്പോൾ അതിനുശേഷം ഒരു 3 സ്പൂണോളം പഞ്ചസാര, ഇത്രയും നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട്, കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മളത് നന്നായിട്ട് പേസ്റ്റ് പോലെ നല്ലതായിട്ട് അരയണം കേട്ടോ, നന്നായിട്ട് അരച്ചെടുക്കണേ. ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മളെടുത്ത് അത്രയും അരിയെല്ലാം അരച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് വേണം ഇത് ഒഴിച്ചു വെക്കാൻ, ഫെർമെൻറ്റേഷൻ ആവാൻ വേണ്ടി ഒഴിച്ചു വെക്കണം. എന്നിട്ട് അത് പാത്രം നന്നായിട്ട് അടച്ച് സൂക്ഷിക്കണം. ഇത് ഒരു 8 മണിക്കൂറോളം നമ്മൾ പുളിപ്പിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇത് ഞാൻ രാവിലെ ആണ് എടുത്തത്, അതായത് വൈകിട്ട് അരച്ച് വെച്ചിട്ട് രാവിലെ എടുത്തത്. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുന്നേ മാവിൽ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. മാവ് ലൂസായിരിക്കണം കുറച്ച്. അത് കഴിഞ്ഞ ശേഷം അപ്പച്ചട്ടി വെക്കുക, നമ്മുടെ പാലപ്പച്ചട്ടി. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോരോ തവി വെച്ച് ഒഴിച്ച് മാവ് ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഒന്ന് ചുറ്റിച്ചെടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ അടിപൊളി പാലപ്പം റെഡിയായി. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് മുട്ടക്കറിയോ വെജിറ്റബിൾ സ്റ്റൂവോ, നല്ല കോഴിക്കറി ആയാലും താറാവ് കറി ആയാലും ഏത് കറി ആയാലും നല്ല അടിപൊളിയാണ്. ഞാൻ ഇന്നുണ്ടാക്കിയത് നല്ല വെജിറ്റബിൾ കറി ആയിരുന്നു. പാലപ്പത്തിൻ്റെ കൂടെ വെജിറ്റബിൾ കറി സൂപ്പറാണ്. ഇന്നത്തെ അടിപൊളി പാലപ്പത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ.